Hello everyone, welcome to G-Pod Plus One Commerce and Humanities channel. It's me and Nafi. അപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ ഹിസ്റ്ററി എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ പ്ലസ് വൺ ഹിസ്റ്ററി എക്സാമിന് 100% ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് ഓൾറെഡി ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലോ, അതേ ഒരു ടൈപ്പിലായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുക. അപ്പം പാത്ത് ടു മോഡേണൈസേഷൻ അഥവാ ആധുനികത്തിലേക്കുള്ള വഴി നമ്മുടെ ജപ്പാന്റെയും ചൈനയുടെയും പാഠത്തു നിന്നാണ് എന്ത് ചോദിക്കുക? ക്രൊണോളജിക്കൽ ഓർഡർ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു? മോഡൽ എക്സാമിന് എന്ത് കണ്ടിട്ടുണ്ട്? ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ 4 സംഭവങ്ങൾ നിങ്ങൾക്ക് വർഷം തരില്ല. ഇതേപോലെ 4 സംഭവങ്ങൾ തരും, നിങ്ങൾക്ക് വർഷം തരില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സാധനത്തെ ഓർഡറിലാക്കി എഴുതാനാണ് പറയുക. ഈ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചോദിക്കുക? പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ മോഡൽ എക്സാമിന് ഇപ്പോൾ ഇതൊരു കൊല്ലം ചോദിച്ചതാണ്. ലോങ് മാർച്ച്, റൂസോ ജപ്പാനീസ് വാർ, പീപ്പിൾ റിപ്പബ്ലിക് ഇൻ ചൈന, ഡെത്ത് ഓഫ് സൺ യാറ്റ്സൻ. ഇതേപോലെ 4 സംഭവങ്ങൾ തരും. ഈ സംഭവങ്ങളെ ഓർഡറിലാക്കി എഴുതാൻ പറ്റും. വർഷം തരില്ല, വർഷം എവിടെ വേണം? നമ്മുടെ തലയിൽ വേണം. ഇത് മറ്റൊരു കൊല്ലം എക്സാമിന് ചോദിച്ചാട്ടോ. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും എക്സാമിന് എന്ത് ചെയ്യുക? 4 മാർക്കിന് ചോദിക്കുക. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് പഠിക്കാൻ ഒരു കോഡുണ്ട്. ഈ സംഭവത്തെ നിങ്ങളൊരു വണ്ടിയായിട്ടും ഈ വർഷത്തെ വണ്ടിയുടെ നമ്പറായിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്പിയം വാർ, ഒന്നാം കറുപ്പ് യുദ്ധം. അപ്പോൾ ഓപ്പിയം അഥവാ കറുപ്പ് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങളൊരു വണ്ടിയായി കണക്കാക്കുക. അത് നടന്നിട്ടുള്ള വർഷം 1839 അതിൻ്റെ നമ്പറായിട്ടും കണക്കാക്കുക. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്ലസ് വൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, മോട്ടിവേഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ? ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഈ nafi.eduport ആർക്കുള്ളതാണ്? ഓൺലി ഫോർ എഡ്യൂപോർട്ട് സ്റ്റുഡൻസിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, മോട്ടിവേഷൻ വേണം, എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പേജ് ഫോളോ ചെയ്തിട്ടൊന്ന് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ സംഭവങ്ങൾ ഓർത്ത് വെച്ചോ. ഒന്നാമത്തെ സംഭവം എന്താ? ഫസ്റ്റ് ഓപ്പിയം വാർ. ഫസ്റ്റ് ഓപ്പിയം വാറിൻ്റെ ഇയർ ഏതാ? 1839, 1839 കേട്ടോ. അടുത്തെന്താടാ? അറൈവൽ ഓഫ് മാത്യു പെറി ഇൻ ജപ്പാൻ. ജപ്പാനിലേക്ക് മാത്യു പെറി വന്നു. ഏത് വർഷമാണ്? 1853, 1853. അടുത്തേതാണ്? മേജി റിസ്റ്റോറേഷൻ അഥവാ മേജി പുനഃസ്ഥാപനമാണ്. ഏത് വർഷമാണ്? 1868, 1868. അടുത്തത് അതേ വർഷം തന്നെയാണ് ഷോഗൻ റൂൾ, ഷോഗൻ ഭരണം അവസാനിച്ചിട്ട്. ഏത് വർഷം തന്നെയാണ്? 1868. ഇനി റൂസോ ജപ്പാനീസ് വാർ അഥവാ റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം നടന്ന വർഷം ഏതാടാ? 1905. ഇനി റിവോൾട്ട് അണ്ടർ സന്യാസൻ അഗെയിൻസ്റ്റ് മാഞ്ചു എംപയർ, മാഞ്ചു സാമ്രാജ്യത്തിനെതിരെ സന്യാസൻ നടത്തിയ കലാപം ഏത് വർഷമാണ്? 1911 കേട്ടോ. തീർന്നിട്ടില്ല. അടുത്തെന്താ? റിപ്പബ്ലിക് അണ്ടർ സന്യാസൻ. അതേ വർഷം തന്നെ എന്ത് ചെയ്യാണ്? സന്യാസൻ ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1911 കേട്ടോ. അടുത്തത് കുമിയാങ് താങ് പാർട്ടി. കുമിയാങ് താങ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതാടാ? 1912. മെയ് 4th മൂവ്മെന്റ്, മെയ് 4 പ്രസ്ഥാനത്തിന്റെ വർഷം ഏതാ? 1919. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫൗണ്ടർ അല്ലേ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച വർഷം ഏതാടാ? 1921 കേട്ടോ. അടുത്തെന്താടാ? ഡെത്ത് ഓഫ് സൺ യാറ്റ്സൻ. സന്യാസന്റെ മരണം ഏത് വർഷമാണ്? 1925. അടുത്തേതാണ്? ലോങ് മാർച്ച് അല്ലേ? ലോങ് മാർച്ച് ഏത് വർഷമാണ്? 1934, 1934 എന്ത്? ലോങ് മാർച്ച് വരുന്നത്. അടുത്തത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് അല്ലേ? പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാ? 1949. ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മൂവ്മെന്റ് അല്ലേ? 1958 എന്തുള്ളത്? ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മൂവ്മെന്റ്, അതായത് മഹത്തായ കുതിച്ചുചാട്ട പ്രസ്ഥാനം എന്ന് പറയും. ടോക്കിയോ ഒളിമ്പിക്സ് ഏത് വർഷമാണ്? 1964. കൾച്ചർ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം ഏത് വർഷമാണ്? 1966. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കുന്നത്. ഈ സംഭവങ്ങളിൽ നിന്ന് 4 എണ്ണം നിങ്ങളോട് എന്ത് ചെയ്യും? ഓർഡറിലാക്കി എഴുതാൻ പറയും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇതിനൊന്ന് ഓർഡറിലാക്കി നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. അപ്പോൾ വർഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല, വർഷം നിങ്ങളുടെ തലയിൽ വേണം. അപ്പോൾ ആ പറഞ്ഞ സംഭവങ്ങളുടെ ഒക്കെ വർഷങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇതൊന്ന് ഓർഡറാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അടുത്തത് ഇതൊന്ന് ഓർഡറാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അതേപോലെ തന്നെ ഇതും എന്ത് ചെയ്യുക? ഒന്ന് ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. 3 ഇയറിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ഹോംവർക്ക് നമ്പർ 1. ഇതൊന്ന് ഓർഡറിലാക്കി നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇത് ഹോംവർക്ക് നമ്പർ 2. ഇതൊന്ന് ഓർഡർ ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇത് ഹോംവർക്ക് നമ്പർ 3. ഇതും ഒന്ന് ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ എഴുതൽ 100% ഉറപ്പാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഉഷാറായി പഠിക്കുകയാണെങ്കിൽ, സൂപ്പറായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ ഹിസ്റ്ററിയിൽ ഫുൾ മാർക്കും കിട്ടും. ഒരു ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം സെറ്റാക്കി തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ലൈവുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ പ്ലസ് വൺ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും, എല്ലാ ക്ലാസ് ഗ്രൂപ്പിലേക്ക്, നിങ്ങൾ ഏതൊക്കെ പ്ലസ് വൺ ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ ഏതൊക്കെ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടോ ആ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കാരണം 4 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് ഓരോരോ വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ വരും. വീണ്ടും കാണാതെ വരേക്കും. ബൈ.